ഞാൻ താമസിക്കുന്ന മോസ്ത എന്ന് പറയുന്ന സ്ഥലത്തിലെ ഫീസ്റ്റ് ആണ് കേട്ടോ. 9:30 ഒക്കെ ആയപ്പോ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ അവരിനൊരു റൗണ്ട് അടിച്ചിട്ടായിരിക്കും മോസ്ത പള്ളിയുടെ അടുത്തേക്ക് എത്തുക. ഈ പള്ളി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പള്ളിയായിരിക്കും. പണ്ട് ഈ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ബോംബ് വന്ന് വീണു. പക്ഷെ എന്തോ ഒരു മിറാക്കിൾ കൊണ്ട് അത് പൊട്ടിയില്ല. ഇത്രയും അടുത്ത് താമസിച്ചിട്ട് പോലും ഇന്ന് വരെ ഞാൻ ഈ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. അന്ന് വീണ ആ ബോംബ് ഇന്നും അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. ഒരു ദിവസം എന്തായാലും ഇതിന്റെ അകത്ത് കയറിയിട്ട് ഒരു വ്ളോഗ് ഞാൻ ചെയ്യാം കേട്ടോ. മാൾട്ടീസുകാരുടെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള മിഠായികള് ഇവര് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഓരോന്നിന്റെ പേരും അതെന്ത് വെച്ചാ ഉണ്ടാക്കുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമായിരുന്നേ. ഒരുപാട് ഫ്ലേവേഴ്സിൽ ആ ഒരു മിഠായി വരുന്നുണ്ടെങ്കിലും ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ളതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. വാങ്ങുന്നതിന് മുന്നേ ഒരു പീസ് എനിക്ക് ടേസ്റ്റ് ചെയ്യാനും തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇവര് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അവരുടെ നെറ്റിയിൽ പൊട്ടുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് പണ്ട് മാൾട്ടി സ്ത്രീകളൊക്കെ ഇതുപോലെ ഒരു ബിന്ദി യൂസ് ചെയ്യാറുണ്ടായിരുന്നു അത്രേ, സെയിം ലൈക്ക് ഇന്ത്യൻ കൾച്ചർ. ആയാലും ആ ഒരു സ്വീറ്റ് കഴിച്ചപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇവിടെ 9:30 ആണ് സമയമെങ്കിലും നാട്ടില് നല്ല സമയമായിട്ടുണ്ടാവും. എന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അമ്മേനെ വിളിച്ച് കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. എന്റെ ലൈഫിൽ ഏത് നട്ടപ്പാതിരിക്ക് വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്റെ അമ്മ. വീഡിയോ കോളിൽ കൂടെ ഇതൊക്കെ കണ്ടപ്പോ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആൻഡ് ഐ ഹോപ്പ് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ എന്റെ അമ്മയ്ക്ക് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റും. ഇവിടെയുള്ള എല്ലാവരും തന്നെ അവരുടെ പെറ്റ്സിനെയും അവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ, അവരുടെ എന്ത് എൻജോയ്മെന്റിലും ഇവരെയും കൂടെ കൂട്ടും. സെയിം ലൈക്ക് നമ്മുടെ പൂരപ്പറമ്പ് പോലെ തന്നെ ഇവിടെ എല്ലാം കിട്ടും. ടോയ്സും ചോക്ലേറ്റ്സും ഐസ്ക്രീംസും ഫുഡും എല്ലാം. ഇവിടെ ഇപ്പൊ എന്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിലും അത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഇവർ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ മാൾട്ടയിൽ വന്ന കാലം തൊട്ടേ എന്ത് അപ്സ് ആൻഡ് ഡൗൺസിലും എനിക്കൊരു മെസ്സേജ് ഇതേ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അടുത്തടുത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ജീവിതത്തില് വളരെ ചുരുക്കമായിരിക്കും അങ്ങനെ ചില മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുക. സോ ആളെയും കണ്ട് ഹാപ്പിയായി അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നിൽക്കുമ്പോഴത്തേനും ഫയർ വർക്ക്സും സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടെയുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിലുള്ള ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ചു ദിവസം മുന്നേ തന്നെ കൊടിമരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയർ വർക്ക്സ് ഇവർ താഴെ നിന്ന് തിരി കൊടുത്ത് കത്തിക്കും. കത്തുന്ന സമയത്ത് ഇതുപോലെ പലതരം ഷേപ്സ് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയാണെങ്കിലും ചുറ്റും ഭയങ്കര പുകയായിരിക്കും കേട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ള ഇന്നത്തെ ഫീസ്റ്റിന്റെ വിശേഷങ്ങള്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ഹാപ്പി വിത്ത് കുഞ്ഞാപ്പി. ടാറ്റാ.